എല്ലാവർക്കും നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ശ്രീകാന്ത് സാറ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറിഞ്ഞിപ്പൂക്കളെക്കുറിച്ചാണ് കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത് അല്ലേ. കുറച്ച് കാര്യങ്ങൾ ഈ കുറിഞ്ഞിപ്പൂക്കളുടെ സൗന്ദര്യവും ആ ഒരു ഭംഗിയും അല്ലേ, ആ ഒരു മനോഹാരിത എല്ലാം, അതിൻ്റെ മുകളിൽ വണ്ട് വന്ന് തേൻ കുടിക്കാനിരിക്കുന്നത്, തേൻ കുടിച്ചു കഴിയുമ്പോൾ വണ്ടുകളുടെ പുറത്തെന്താ ആ പൂമ്പൊടി പറ്റിയിരിക്കുന്നത്, എന്തൊക്കെ പഠിച്ചു അല്ലേ. കാറ്റ് വന്ന് കുറിഞ്ഞിപ്പൂക്കളെ മെല്ലെ തലോടുന്നത്, ഒരു താരാട്ട് പോലെ തലോടുന്നത്, ഇതൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ വീട്ടിൽ പോയി എല്ലാവരും ടെസ്റ്റ് നോക്കി വായിച്ചോ? പാഠഭാഗം വായിച്ചു എന്ന് സാറ് കരുതുന്നു. വായിച്ചില്ലെങ്കിൽ വായിക്കണം, പുസ്തകം നന്നായിട്ട് വായിക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് വായിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കുക. അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ അടുത്ത പാഠം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകെ പോകും കേട്ടോ. നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഈ നോട്ട്സ് ഒക്കെ തരുന്നുണ്ട്, അതൊക്കെ എഴുതി വെക്കുക. ക്ലാസ്സിൽ പറയുന്ന പോയിന്റ്സ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ എഴുതി വെക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം അല്ലേ. പൂക്കളുടെ ആ ഒരു സുഗന്ധം ഇങ്ങനെ വായു മൊത്തം മൂന്നാർ മുഴുവൻ ഇങ്ങനെ ആ പൂക്കളുടെ സുഗന്ധം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്ന് നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ അല്ലെ, കണ്ണുകളെ കൂമ്പി ഞാൻ ആ സൗന്ദര്യത്തിന്റെ ആ ലോകത്ത് എല്ലാം മറന്ന് നിന്നുപോയി. എന്നിട്ടോ ഒന്നോർത്തു നോക്കൂ, നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. എന്താ ഓർക്കണ്ടേ? ഇങ്ങനെ ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മാഞ്ഞു പോവുക. ആ പൂക്കളൊക്കെ എങ്ങോട്ടൊന്നില്ലാതെ പ്രകൃതിയിൽ തന്നെ ലയിച്ചു ചേരുകയാണ് അല്ലേ. ചിറകുകളെല്ലാം പറന്നകലുന്നു, ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരി വെച്ചൊടിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു, മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു, എല്ലാം നിശബ്ദം. ഈ ഒരു പിന്നെ കുറേ മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു 12 വർഷം കഴിയണം ഈ ചെടികൾ പിന്നെ പൂവിടണമെങ്കിൽ അല്ലേ. ചെടികൾ പൂക്കളെല്ലാം വാടിക്കൊഴിഞ്ഞ് വീഴും, ഇലകളൊക്കെ എല്ലാം ഇല്ലാതായി തീരും. പിന്നീട് അത് പൂക്കൾ തളിരിടണമെങ്കിൽ വീണ്ടും 12 വർഷങ്ങൾ കാത്തിരിക്കുന്നത് പ്രകൃതിയുടെ ഒരു മാജിക്കാണ് അല്ലേ. ഒരു വല്ലാത്തൊരു അത്ഭുതമാണ്. പക്ഷേ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു, മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു. ഇനി ഒരു 12 കൊല്ലം കഴിയണം അല്ലേ. അറിയത്തില്ല എന്താ അതിൻ്റെ വിത്തെല്ലാം മണ്ണിനടിയിൽ ഉണ്ട്. പക്ഷേ ഒരു 12 വർഷത്തിന് ശേഷം മാത്രമേ അവയ്ക്ക് ഇനിയൊരു പൂക്കാലം നമുക്ക് സമ്മാനിക്കാൻ പറ്റും. ഇനി ഒരു 12 കാലം കഴിയണം. അതുവരെ നീണ്ട തപസ്സിലാണ്, ഒരു വലിയ തപസ്സാണ്. ഇങ്ങനെ കാത്തിരിക്കുകയാണ് 12 വർഷങ്ങളാകാൻ വേണ്ടിയിട്ട് അല്ലേ. ഓരോ വർഷം കഴിയുമ്പോഴും നീലക്കുറിഞ്ഞികൾ ഓർക്കും തങ്ങൾക്ക് വിരിയാനുള്ള സമയമായോ അല്ലേ. ആ സമയത്ത് മാത്രമേ വിരിയുള്ളൂ. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് അല്ലേ. പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, അതിനനുസരിച്ചാണ് പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും വളർന്നു വരുന്നത്. അപ്പോൾ വീണ്ടും 12 കൊല്ലം കഴിയും. വസന്തം ആകാശത്ത് നിന്ന് കാഹളം മുഴക്കിക്കൊണ്ടിറങ്ങി വരും. ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടി ഉണർന്നു. എന്താ 12 കൊല്ലം കഴിയും എന്താ സംഭവിക്കുക? വസന്തം ആകാശത്ത് നിന്നും കാഹളം മുഴക്കാൻ ഉണരാൻ സമയമായി. അപ്പൊ നമുക്ക് ഇന്റർവെൽ സമയം പോലെ ബെല്ലടിക്കുന്ന പോലെ ഉണരാൻ സമയമായി എന്നും പറഞ്ഞ് എന്ത് സംഭവിക്കും? കാഹളം മുഴക്കിക്കൊണ്ട് ഇറങ്ങി വരും. ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടി ഉണർന്ന് പച്ചിച്ചു മിന്നുന്ന കൂപ്പുകൈയോടെ പുറത്തിറങ്ങി ഉയർന്നു വരും. അത് കേട്ട് കഴിയുമ്പോൾ എന്താ പൂക്കളൊക്കെ ചെടിയൊക്കെ തളിരിട്ട് മുട്ടിട്ട് അത് വിടരുവാനായിട്ടുള്ള ശ്രമം തുടങ്ങും. വീണ്ടും അവ ലക്ഷം ലക്ഷം മൊട്ടുകളായിട്ട് അണിയുകയായി. ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി. പൂക്കൾ വിളിച്ചിട്ടോ ദൂരത്തുനിന്ന് ചെറുകടികൾ കേട്ട് തുടങ്ങുകയായി. മലഞ്ചെരുവുകളിൽ ഉത്സവത്തിന്റെ കേളികൊട്ട് മുഴങ്ങുകയായി അല്ലേ. വർഷങ്ങൾ 12 വർഷമാകുമ്പോൾ എന്ത് സംഭവിക്കും? പൂക്കളൊക്കെ മുട്ടിട്ട് ലക്ഷക്കണക്കിന് പൂക്കൾ വിരിയാൻ തുടങ്ങുമ്പോൾ ഈ വണ്ടുകളും പക്ഷികളും ഒക്കെ അവരെ എന്താ വിരുന്നിന് ഈ സമയമായി, നിങ്ങൾക്ക് വരാൻ സമയമായെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നത് പോലെ, പൂക്കൾ സ്വീകരിച്ചതുപോലെ എവിടുന്നൊക്കെയോ ജീവജാലങ്ങൾ വണ്ടുകളും പക്ഷികളും ഒക്കെ ഈ സൗന്ദര്യം നുകരാൻ നമ്മളോടൊപ്പം മനുഷ്യരോടൊപ്പം എന്താ അവയും വരികയായി. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മെപ്പോലുള്ളവർ അമ്പരന്ന് കണ്ടു നിൽക്കും അല്ലെ. ഇത് എങ്ങനെയാ സംഭവിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ 12 വർഷം വിരിയുന്നത്? ഒന്ന് മാത്രം എനിക്കറിയാം. എന്താ സംഭവം? എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഇവ വിരിയുന്നത്. പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ മനോഹാരിത. എന്താണ്? പ്രകൃതിയെ എപ്പോഴും കാടുകൾ വെട്ടിത്തെളിച്ചു കളയുന്നു, മലകൾ ഇടിച്ച് നിരപ്പാക്കുന്നു. അങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണോ ഈ മലകൾക്ക് മുകളിൽ ഈ സൗന്ദര്യം ഉണ്ടാകുന്നത്? അല്ല. എന്തുകൊണ്ടാണ്? പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു സമ്മാനമാണിത് അല്ലേ. 12 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ
ആ സൗന്ദര്യം കണ്ട് ആ പൂവിൻ്റെ മനോഹാരിത കണ്ട് സന്തോഷിക്കുവാൻ വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കിയ ഒരു സൗന്ദര്യമാണ് ഈ കാഴ്ച. ആർക്ക് വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ? ഒന്ന് മാത്രം അറിയാം, എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? പ്രകൃതി മാതാവാണ്, അമ്മയാണ്. ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല. എന്ത് വേണ്ടിയിട്ടാണ്? തേനീച്ചകൾക്ക് വേണ്ടിയാണ്, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാത്ത കോടിക്കണക്കിന് പ്രാണികൾക്ക് വേണ്ടിയാണ്, ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം. അതോ ഇത് കാണാൻ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ, അല്ലേ? സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതയാണ്. നമ്മുടെ മലയാളത്തിൻ്റെ പ്രശസ്തിയായ കവയിത്രി ആ ഒരു കുറിഞ്ഞിപ്പൂക്കളുടെ സൗന്ദര്യം ഈ ലേഖനത്തിലൂടെ പറഞ്ഞു തരുമ്പോൾ കവി പറയുകയാണ്, നമ്മെ പോലുള്ളവർ അമ്പരം നിൽക്കും, നമുക്ക് വേണ്ടിയിട്ടല്ല, തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്ക് വേണ്ടി, വണ്ടുകൾക്ക് വേണ്ടി, തുമ്പികൾക്ക് വേണ്ടി, കണ്ണിൽ കാണാത്ത കോടിക്കണക്കിന് പ്രാണികൾക്ക് വേണ്ടിയിട്ടാണ് ഭൂമി ദൃശ്യോത്സവം ഒരുക്കുന്നത്, അല്ലേ? ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ടോ ഇതെന്താണ്? പ്രകൃതി എങ്ങനെയൊക്കെ സ്നേഹിക്കണമെന്നുള്ള വലിയൊരു പാഠം നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചാൽ തിരിച്ചും പ്രകൃതി നമ്മളെ ചേർത്ത് പിടിക്കും, പ്രകൃതി നമ്മളെ സ്നേഹിക്കും, അല്ലേ? അപ്പോൾ ഈ കുറിഞ്ഞിപ്പൂക്കൾ 12 വർഷങ്ങൾക്കിടയിൽ പൂക്കുമ്പോൾ, അല്ലേ, അവ കൃത്യമായിട്ട് ആ ഇടവേള കൃത്യമായിട്ട് പാലിച്ചു പോകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രകൃതി ഇങ്ങനെയുള്ള ഒരു സൗന്ദര്യം ഒരുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് സുഗതകുമാരി മുൻമൊഴി എന്ന് പറയുന്ന സുഗതകുമാരിയുടെ ലേഖനത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം കേട്ടോ. ലേഖനം എഴുതിയത് സുഗതകുമാരിയാണ്. അത് ഏത് ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്? മുൻമൊഴി എന്ന് പറയുന്ന കവയിത്രിയുടെ ഒരു ലേഖന സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇതിനകത്ത് കുറച്ച് ചോദ്യങ്ങളുണ്ട്, വായിക്കാൻ കണ്ടെത്താം, അല്ലേ? അതിനകത്ത് മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത്? പിന്നെ അടുത്ത ചോദ്യം, എഴുത്തുകാർ എല്ലാം മറന്ന് നിന്ന് പോയത് എന്ത് കണ്ടിട്ടായിരുന്നു? ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ കേട്ടോ, അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവത്തിൽ സുഗതകുമാരി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യവും ഊഷ്മളതയും ആണ് പറയുന്നത്. അപ്പോൾ പ്രകൃതിയെ തച്ചു തകർക്കുന്ന ഇല്ലാതാക്കുന്നവരുടെ ചൂഷണത്തിൽ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴൊക്കെ സുഗതകുമാരി അതിനെതിരായിട്ട് ശബ്ദമുയർത്തുന്നുണ്ട്. അപ്പോൾ പ്രകൃതിക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് സുഗതകുമാരി നമുക്ക് നൽകുന്നത്. പ്രകൃതിക്ക് വേണ്ടിയുള്ള സമരമുഖങ്ങളുടെ മുൻനിരയിൽ തന്നെ എന്നും നമ്മുടെ സുഗതകുമാരി ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ സൈലന്റ് വാലിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്ന ആ ഒരു പദ്ധതി വന്നപ്പോഴൊക്കെ സുഗതകുമാരി ടീച്ചർ അതിനെതിരെ കവിതകൾ എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് മനസ്സിലാക്കി പോയാൽ മതി. മൂന്നാർ മലനിരകളിലെ പൂക്കള നൃത്തത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്? നമുക്ക് ഈ ചോദ്യമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോയാൽ മതി. എന്താ ഉള്ളത്? തിരയടിച്ചിളകുന്നത് പോലെയുള്ള പൂക്കളുടെ നൃത്തത്തിന് സംഗീതമുണ്ട്. എന്താ ഉള്ളത്? പൂക്കളുടെ നൃത്തത്തിൽ സംഗീതമുണ്ട്. ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും പതിഞ്ഞ ശബ്ദത്തിലുള്ള മൂളലുണ്ട്. പിന്നെന്തുണ്ട്? തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും, എന്താണ്? തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകൾ ഇളക്കങ്ങളുടെ താളമുണ്ട്. ഇളങ്കാറ്റിന്റെ തഴുകലുണ്ട്, അല്ലേ? മന്ദമാരുതൻ ഇങ്ങനെ വന്ന് പതുക്കെ ചെടികളെ തലോടിപ്പോയി നമ്മൾ പറഞ്ഞിരുന്നു. ആരുടെയൊക്കെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്, അല്ലേ? അപ്പൊ അതാരാണ് ചിരിക്കുന്ന പറഞ്ഞേ? വനദേവതമാരായിരിക്കും ആ ചിരിക്കുന്നല്ലേ. ചില ചെടികൾ കേട്ട് കഴിഞ്ഞാൽ ആരാന്ന് തോന്നുന്നേ? വനദേവതമാരാണെന്ന് ഇങ്ങനെ പറയുന്നു, അല്ലേ? കവി പറഞ്ഞിരുന്നു. പിന്നെയോ രണ്ടാമത്തെ ചോദ്യം, എഴുത്തുകാരി എല്ലാം മറന്ന് നിന്ന് പോയത് എന്ത് കണ്ടിട്ടായിരുന്നു? അല്ലെ, എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? കുറിഞ്ഞി തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ എന്താ ആ ഇതളുകളിൽ ചേർന്നുറങ്ങുന്ന, അല്ലേ? പൂക്കളിൽ നിന്ന് തേൻ കുടിച്ച വണ്ടുകൾ ഇങ്ങനെ ഇതളിൽ തന്നെ കിടന്നിങ്ങനെ ഉറങ്ങുന്നത് കണ്ടിട്ടാണ് കവയിത്രി എല്ലാം മറന്നുപോയത്, അല്ലേ? ചേർന്നുറങ്ങുന്നത് കാണാം. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നത് വായുവിൽ അനിർവചനീയമായൊരു സുഗന്ധം നിറഞ്ഞു വിലസുന്നു. ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ എഴുത്തുകാരിക്ക് അതുകൊണ്ട് അനുഭവപ്പെടുന്നു. എഴുത്തുകാരി കണ്ണുകൾ കൂമ്പി ആ സൗന്ദര്യ ലോകത്തിലെല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി, അല്ലേ? വണ്ടുകൾ ഇങ്ങനെ തേൻ നുകർന്ന് അതിൻ്റെ ഇതളുകളിൽ കിടന്നുറങ്ങുന്ന കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ കവയിത്രി ലേഖക അങ്ങ് ഉറങ്ങിപ്പോയി എന്ന് പറയുകയാണ്. മൂന്നാമത്തെ ചോദ്യം, കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞിപ്പൂക്കളെല്ലാം മാഞ്ഞു പോകുന്നു. 12 വർഷത്തിൽ ഒരിക്കലെന്നാ സാറ് പറഞ്ഞു, അല്ലേ? ഈ 12 വർഷം കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? ഈ പൂക്കളൊക്കെ പെട്ടെന്ന് എങ്ങോ മാഞ്ഞു പോവുകയാണ്. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരി വെച്ച് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു.
എല്ലാം എല്ലാം പഴയ പോലെ ആകുന്നു. പിന്നെ 12 വർഷം കഴിയണം ഇനി പൂവിടണമെങ്കിൽ. വിത്തെറിഞ്ഞിട്ടുണ്ട് അല്ലേ, മണ്ണിൽ പൂക്കളെല്ലാം വിത്തെറിഞ്ഞിട്ടുണ്ട്. ആ വിത്തുകളൊക്കെ എന്താ നാളെ മുളയ്ക്കോ? ഇല്ല, 12 വർഷം കഴിഞ്ഞ് മാത്രമേ മുളയ്ക്കുള്ളൂ. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു. ഇനി ഒരു 12 കാലം കഴിയണം പൂക്കൾ വിരിയാനായിട്ട്. അതുവരെ നീണ്ട തപസ്സിലാണ് ആരാ അവിടെ തപസ്സില്? കുറിഞ്ഞിച്ചെടികൾ അല്ലെ, കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ്. 5ാമത്തെ ചോദ്യം, ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്, ആഗ്രഹിക്കുന്നത്? അപ്പൊ അതിന്റെ ആൻസർ, മൂന്നാറിലെ മഞ്ഞു മൂടിയ മലഞ്ചെരിവുകൾ കാണാൻ, ആ തണുപ്പ് അനുഭവിക്കാം, ഒരിക്കലെങ്കിലും പോകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത്. കുറിഞ്ഞിപ്പൂക്കൾ നീല കടൽ പോലെയാണ് വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാറ്റ് വീശുമ്പോൾ നീല കുറിഞ്ഞിപ്പൂക്കൾ തിരയടിച്ച്, അങ്ങനെയാണോ കടലില് തിരമാലകൾ തിരയുണ്ടാകുന്നത്, അതുപോലെ ഈ പൂക്കൾ കാറ്റ് തട്ടുമ്പോൾ ഇങ്ങനെ പരസ്പരം എന്താ പൊങ്ങിയും താന്നു നിൽക്കും. എന്നിട്ട് അവ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പൊ സുന്ദരമായ ആ ഒരു ഭൂപ്രകൃതി, ആ മൂന്നാറിന്റെ ദൃശ്യഭംഗി മുഴുവൻ നമുക്ക് ഇതിൽ കാണുവാനായിട്ട് സാധിക്കും. 6ാമത്തെ ചോദ്യം, പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മാഞ്ഞു പോകുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുക? പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മാഞ്ഞു പോകുന്നുവെന്ന് സുഗതകുമാരി പറയുന്നത്. തുമ്പികളും ശലഭങ്ങളും വണ്ടും എല്ലാം എന്താ അപ്പോ പറന്ന് അവരുടെ കൂട്ടിലേക്ക് പോകുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി നിൽക്കുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു. പക്ഷെ ഒന്നും അവസാനിച്ചിട്ടില്ല. ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞിട്ടാ പോകുന്നത് അല്ലെ. വീണ്ടും 12 വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരും അല്ലെ, അവർ പൂവിടും. മണ്ണിനടിയിൽ ഇനിയൊരു പുഷ്പോത്സവത്തിനായവ കാത്തു കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ നൽകിയിട്ടാണ് ഈ കുറിഞ്ഞിപ്പൂക്കള് പോകുന്നത് അല്ലെ. മാസങ്ങൾക്ക് ശേഷം പോകുന്നത്. ഇനി ഒരു 12 വർഷങ്ങൾക്ക് ശേഷം അവര് തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പ് തരുന്നുണ്ട്. ലാസ്റ്റ് ചോദ്യം, പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? എന്താ? പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിക്കണം അല്ലേ. നീലക്കുറിഞ്ഞിയും അതിൻ്റെ ആവാസ വ്യവസ്ഥയും സമ്പൂർണ്ണ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും അതിനെക്കുറിച്ച് നമ്മൾ ജനങ്ങളെ ബോധവാന്മാരാക്കുകയും വേണം അല്ലേ. അപ്പോൾ ജീവന്റെ നിലനിൽപ്പിന് സസ്യജന്തുജാലങ്ങളും കാടുകളും മേടുകളും പുഴകളും എല്ലാം നമുക്ക് എന്താണ് ആവശ്യമാണ് അല്ലേ. മനുഷ്യനൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ് അല്ലേ എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത അല്ലേ, അങ്ങനെ പ്രകൃതി നശിപ്പിക്കാതിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സൗന്ദര്യം ഇനി ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന തലമുറകൾക്കും അത് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു ആശയമാണ് നിങ്ങൾ അതിൽ ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ 8ാമത്തെ ചോദ്യത്തിൽ, അവയുടെ നീല കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. മെയ്യാകെ എന്താണ്? കറുപ്പ് നിറമാണ് അല്ലേ. നീല കറുപ്പ് മെയ്യാകെ വണ്ടിന്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ, കറുപ്പും നീലക്കറുപ്പും. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അപ്പോൾ വണ്ടുകളുടെ നിറം എന്താ? കറുപ്പാണ്. കറുപ്പ് വണ്ടിന്റെ ഒരു നിറമാണ്. കറുത്ത് മെയ് അല്ലേ, അതിന്റെ ശരീരത്തിന് നിറമാണ്. നീല കറുപ്പ് മെയ് എന്ന് പ്രയോഗിക്കുമ്പോൾ വണ്ടിന്റെ കറുപ്പിൽ നീല കലർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു അല്ലെ. ആ കറുപ്പിൽ എന്താ ഒരു നീല ഉണ്ടെന്നുള്ളതാണ് ആ ലേഖകൻ പറയുന്നത്. മെയ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ശരീരം എന്നുള്ള അർത്ഥമുണ്ട്, അതോടൊപ്പം കറുപ്പ് നീല എന്നുള്ള ഒരു അർത്ഥം കൂടെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പൂമ്പൊടി പറ്റിയിരിക്കുമ്പോൾ വണ്ടിൻ്റെ ആ ഒരു പുറം എന്താ ഒരു നീല പോലെയൊക്കെ ഒന്ന് തോന്നുമെന്ന് ലേഖകൻ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ പ്രകൃതിയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് ജീവിക്കുവാനായിട്ട് മനുഷ്യനോട് പറയുന്ന ഒരു ലേഖനമാണ് നമുക്ക് സുഗതകുമാരി ടീച്ചർ നമുക്ക് സമ്മാനിച്ചത് കേട്ടോ. അപ്പോൾ ആ ലേഖനം നന്നായിട്ട് വായിക്കണം. നന്നായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പഠന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് വായിക്കുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, നന്നായിട്ട് പഠിക്കുക. നല്ലൊരു മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും പുസ്തകം നന്നായി വായിക്കുക. ഇനിയൊരു ക്ലാസ്സിൽ കാണാം, വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.